എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അകലാപ്പുഴയിലെ, കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലെ ഓർഗാനിക് ഐലൻഡിലേക്കാണ്. നാഷണൽ ഹൈവേയിൽ തിക്കോടിയിൽ നിന്നും 4 കിലോമീറ്റർ കിഴക്ക് മാറി അകലാപ്പുഴയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പഴയ എഡിസൺ തുരുത്ത് ഇന്ന് ഓർഗാനിക് ഐലൻഡാണ്. അത്യാവശ്യം സൗകര്യമുള്ള മരക്കാർ ശിക്കാര, അതായിരുന്നു ഞങ്ങളെ ഏൽപ്പിച്ച ബോട്ട്. അകലാപ്പുഴയുടെ ഓളപ്പരപ്പിലൂടെ വൈകുന്നേരമുള്ള യാത്ര അതൊരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. അത്യാവശ്യം സൗകര്യമുള്ള ശിക്കാര ബോട്ട് തന്നെയാണ് മരക്കാർ ടീമിൻ്റേത്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്യാവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. പുഴയുടെ തീരത്ത് നിരവധി ബോട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. താമസം കൂടാതെ ഇവയൊക്കെ തന്നെ അകലാപ്പുഴയുടെ പരപ്പിൽ ഇറങ്ങും. ഏകദേശം അരമണിക്കൂറോളം അകലാപ്പുഴയിൽ കറങ്ങിയ ശേഷം ഞങ്ങൾ ഓർഗാനിക് ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐലൻഡിലേക്ക് 50 രൂപ, തിരികെ 50 രൂപ, അരമണിക്കൂർ കായലിൽ കറങ്ങാൻ 50 രൂപ. അങ്ങനെ ഒരാൾക്ക് 150 രൂപയായിരുന്നു ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചത്. ഐലൻഡിലേക്കുള്ള പ്രവേശന ഫീസ് ഒരാൾക്ക് 100 രൂപയാണ്. ഈ 100 രൂപ നമ്മൾ ഐലൻഡിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണ ബില്ലിൽ കുറവ് ചെയ്തു തരുന്നതാണ്. വളരെ മനോഹരമായ വർണ്ണ മത്സ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഈ ഭക്ഷണശാല ഈ ഐലൻഡിൻ്റെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. തികച്ചും പ്രകൃതിയോടിണങ്ങുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം. മുളയും ഓലയും കൊണ്ട് തീർത്ത മേൽക്കൂര, പുഴയുടെ കൈവഴികൾക്ക് മേലെയുള്ള പാലം, ആകെ ഒരു വൈബ് തന്നെ. വളരെ വിശാലമായ അടുക്കള, നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത് ദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായി പുറത്തേക്കാണ്. ഇതൊരു ഗുഹയാണ്. ഈ ഗുഹയിലൂടെ മറുകര ചെന്നാൽ കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടം. ഒരു ഫാമിലിക്ക് ഒരു വൈകുന്നേരം ചിലവാക്കാൻ ഈയൊരിടം ധാരാളം.
ഞങ്ങൾ മുൻകൂർ ഭക്ഷണത്തിന് ഓർഡർ നൽകിയിരുന്നു. ഭക്ഷണം എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻട്രി ഫീസായി കൊടുത്ത 100 രൂപ ഈ ഭക്ഷണ ബില്ലിൽ നിന്നും അവർ കുറവ് ചെയ്തു തരുന്നതാണ്. ഈ ഐലൻഡിന് പുറത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. കാഴ്ചകൾ കാണാം. ഏകദേശം 2 മണിക്കൂർ ദ്വീപിൽ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ കരയിലേക്ക്. നിങ്ങൾക്ക് ഈ ഐലൻഡിൽ ഒരു ഫാമിലി മീറ്റോ ഒരു ബർത്ത്ഡേ പാർട്ടിയോ എന്ത് വേണേലും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നടത്താവുന്നതാണ്. ഫോൺ നമ്പർ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു.